ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ലോകചരിത്രത്തിലെ സുപ്രധാനമായ മറ്റൊരു കാലഘട്ടത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 15ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പുതിയ ഭൂപ്രദേശങ്ങളുടെ കണ്ടെത്തലുകളും സമുദ്രയാത്രകളും ലോകചരിത്രത്തെ എങ്ങനെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് നോക്കാം. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ ജവഹർലാൽ നെഹ്റു 15ാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങളെ തുറക്കൂ സിസ്സേം എന്ന മാന്ത്രിക വചനത്തിന് കാത്തിരിക്കുന്ന നിധിശേഖരങ്ങളോടാണ് ഉപമിക്കുന്നത്. ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്കുള്ള കാരണങ്ങൾ. 15ാം നൂറ്റാണ്ടിലെ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഭൂമിശാസ്ത്ര പര്യവേഷണങ്ങൾക്ക് കാരണമായത്. ഒന്ന്, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. യൂറോപ്യർക്ക് ഏഷ്യയിൽ നിന്ന് കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളും ലഭിച്ചിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയുള്ള കരമാർഗത്തിലൂടെയായിരുന്നു. തുർക്കികൾ ഈ പാത അടച്ചതോടെ പുതിയൊരു സമുദ്രപാത കണ്ടെത്താൻ അവർ നിർബന്ധിതരായി. 2, പോർച്ചുഗീസ് നാവികർ ആഫ്രിക്കയിലെ ഗിനി തീരം വരെ എത്തിച്ചേർന്നത്. ഈ സംഭവം കൂടുതൽ സമുദ്രയാത്രകൾക്ക് തുടക്കമിടുകയും ലോകചരിത്രത്തെ മാറ്റിമറിക്കുകയും ചെയ്തു. ഈ യാത്രാപരമ്പരകളുടെ ലോകത്താകമാനം യൂറോപ്യൻ ആധിപത്യം തുടങ്ങി. ക്രമേണ യൂറോപ്യൻ സംസ്കാരം മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. പര്യവേഷണങ്ങൾ നടത്താൻ യൂറോപ്യരെ സഹായിച്ച ഘടകങ്ങൾ. അറ്റ്ലാന്റിക് സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന പോർച്ചുഗൽ, സ്പെയിൻ, നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ പര്യവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ യാത്രകൾക്ക് അവരെ സഹായിച്ച ചില പ്രധാന ഘടകങ്ങളിവയാണ്. 1, മഹാസമുദ്രങ്ങൾ മുറിച്ചുകടക്കാൻ ശേഷിയുള്ള കപ്പലുകളുടെ നിർമ്മാണം. 2, ദിശ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന നാവിക ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം. 3, ഭരണാധികാരികളുടെ ശക്തമായ പിന്തുണ. 4, സൈനിക ശേഷി, സമുദ്രയാത്രാനുഭവങ്ങൾ. 5, ഭൂപട നിർമ്മാണത്തിലും വാനനിരീക്ഷണത്തിലും നേടിയ പുരോഗതി. പോർച്ചുഗീസ് രാജകുമാരനായ പ്രിൻസ് ഹെൻറി 1419-ൽ പോർച്ചുഗലിലെ സാഗ്രസിൽ ആദ്യത്തെ നാവിഗേഷൻ സ്കൂൾ സ്ഥാപിച്ചത് നാവികരെ സഹായിച്ചു. പ്രധാന ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങൾ. 1, ബെർത്തലോമിയോ ഡയസ് 1488-ൽ ആഫ്രിക്കയുടെ തെക്കേയറ്റത്തുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ ശുഭപ്രതീക്ഷാ മുനമ്പുവരെ അദ്ദേഹം എത്തിച്ചേർന്നു. എന്നാൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ തിരികെ പോയി. 2, വാസ്കോഡഗാമ 1498-ൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലൂടെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ചുറ്റി ഇന്ത്യയിലെ കോഴിക്കോടുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. ഇതോടെ ഏഷ്യൻ പ്രദേശങ്ങളിൽ യൂറോപ്യൻ ആധിപത്യത്തിന് തുടക്കമിട്ടു. 3, ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിന്റെ സഹായത്തോടെ 1492-ൽ വടക്കേ അമേരിക്കയുടെ തെക്കുകിഴക്കു ഭാഗത്തുള്ള ബഹാമസ് ദ്വീപിൽ എത്തിച്ചേർന്നു. അദ്ദേഹം താൻ കണ്ടെത്തിയ പ്രദേശം ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ചു. 4, അമേരിഗോ വെസ്പുച്ചി കൊളംബസ് കണ്ടെത്തിയത് പുതിയൊരു ഭൂഖണ്ഡമാണെന്ന് ഇദ്ദേഹമാണ് തിരിച്ചറിഞ്ഞത്. അദ്ദേഹത്തിന്റെ പേരിനോട് ബന്ധപ്പെടുത്തിയാണ് ഈ ഭൂപ്രദേശത്തിന് അമേരിക്ക എന്ന പേര് നൽകിയത്. 5, ഫെർഡിനാൻഡ് മഗല്ലൻ സമുദ്രത്തിലൂടെ ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. കോളനിവൽക്കരണം. ഒരു രാജ്യം തങ്ങളുടേതല്ലാത്ത പ്രദേശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന പ്രക്രിയയാണ് കോളനിവൽക്കരണം അഥവാ കൊളോണിയലിസം എന്നു പറയുന്നത്. ഈ കോളനികളിൽ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ആധിപത്യത്തിലൂടെ അധിശരാജ്യങ്ങൾ ചൂഷണം നടത്തി. പോർച്ചുഗൽ, സ്പെയിൻ, നെതർലാൻഡ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ വിവിധ ഭൂഖണ്ഡങ്ങളിൽ കോളനികൾ സ്ഥാപിച്ചു. ത്രികോണ വ്യാപാരം. ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളുടെ ഒരു പ്രധാന അനന്തരഫലമാണ് ത്രികോണ വ്യാപാരം. യൂറോപ്പിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിലെത്തിച്ച് അടിമകളെ വാങ്ങി അമേരിക്കയിൽ വിൽക്കുകയും അമേരിക്കയിൽ നിന്ന് പഞ്ചസാരയും വീഞ്ഞും പരുത്തിയും യൂറോപ്പിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന വ്യാപാരമാണിത്. ഈ വ്യാപാരം 3 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു. മെർക്കന്റിലിസം. സ്വർണവും വെള്ളിയും നേടുന്നതിന് പ്രാധാന്യം നൽകുന്ന സാമ്പത്തിക നയത്തെയാണ് മെർക്കന്റിലിസം എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ കൈവശമുള്ള സ്വർണത്തിന്റെയും വെള്ളിയുടെയും ശേഖരമാണ് ആ രാജ്യത്തിന്റെ സമ്പത്തെ നിർണ്ണയിക്കുന്നത് എന്നാണ് ഈ നയം പറയുന്നത്. ഈ നയം പിന്തുടർന്ന രാജ്യങ്ങൾ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് തങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കാൻ ശ്രമിച്ചു. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.